മുസ്ലിം ലീഗിൽ ഇപ്പോൾ നയതന്ത്ര വിദഗ്ധൻ്റെ റോളിലാണ് ഇ.ടി. മുഹമ്മദ് ബഷീർ. അകന്നുപോയ കണ്ണികൾ പൊട്ടാതിരിക്കാനും ആഭ്യന്തര കലഹങ്ങൾ പരിഹരിക്കാനും മാധ്യമങ്ങളോട് പറഞ്ഞു നിൽക്കാനും അദ്ദേഹം ശ്രമിക്കുന്നു. എം പി എന്ന നിലയിൽ തട്ടകം ഡൽഹിയിലാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി വന്നു ചേർന്നത് വലിയ ഉത്തരവാദിത്തങ്ങളാണ്. ലീഗിൻ്റെ തെരഞ്ഞെടുപ്പ് സമിതി ചെയർമാൻ കൂടിയായ ശ്രീ ഇ.ടി. മുഹമ്മദ് ബഷീറിലേക്ക്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലീഗ് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. അന്ന് ലീഗിനെ തോൽപ്പിച്ച എന്തെങ്കിലും കാരണങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടോ? ഇല്ല, സാഹചര്യങ്ങൾ വളരെ മെച്ചപ്പെട്ടു എന്നാണ് തോന്നുന്നത്. കാര്യം കഴിഞ്ഞ പ്രാവശ്യം കുറേ വിപരീത സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ട്രെൻഡ് തന്നെ നമുക്ക് UDF-നെതിരായിരുന്നു. ആ ഒരു ട്രെൻഡിൽ ഞങ്ങളും കുറേ അങ്ങ് ഒഴുകിപ്പോയി. അതിന് പുറം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കൊരു നല്ല ആത്മവിശ്വാസമുണ്ട്. ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലുണ്ടായ ഉജ്ജ്വല വിജയം, അതിനു മുമ്പ് ഞാനടക്കമുള്ള ആളുകൾ മത്സരിച്ച പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലുണ്ടായ വിജയം, ഈ രണ്ടിൻ്റെയും ആ ഒരു വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് നല്ല ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ലീഗിൽ വന്ന ഈ മാറ്റമുണ്ടല്ലോ, അതെല്ലാവരും കൂടി ചേർന്ന് കൂട്ടായി ഉണ്ടാക്കിയ മാറ്റമാണോ, അത് ഏതെങ്കിലും വ്യക്തിക്ക് കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടതുണ്ടോ? ഒരു കൂട്ടായ ശ്രമം തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ പ്രവർത്തന ശൈലി എന്ന് പറയുന്ന സമയത്ത് കുറച്ചുകൂടി ജനകീയമായിട്ട് ഇറങ്ങി വരിക, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പ്രതികരിക്കുക, അതോടൊപ്പം തന്നെ പാർട്ടി ഒരു നല്ല നിലയിൽ യോജിച്ച് പോകാനുള്ള പശ്ചാത്തലങ്ങൾ ഉണ്ടാക്കുക. എപ്പോഴും ജനാധിപത്യ പ്രസ്ഥാനമായ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പാച്ചപ്പ് ചെയ്ത് നല്ലൊരു ടീം സ്പിരിറ്റ് പാർട്ടിയിൽ വന്നു. ജനങ്ങളുടെ ഇടയിലേക്കുള്ള കൂടുതൽ ഇറങ്ങിച്ചെന്നുള്ള പ്രവർത്തനങ്ങൾ വന്നു. അതിൻ്റെയൊക്കെ നന്മ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഉണ്ടാകും. പിന്നെ ഞങ്ങളുടെ രാഷ്ട്രീയ അടിത്തറ തന്നെ വലുതായല്ലോ. ഞങ്ങളിന്ന് വിട്ടുപോയിട്ടുള്ള INL അടക്കമുള്ള ആളുകൾ തിരിച്ചു വന്നു. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഒരു കുറച്ചുകൂടിയും വളരെ സന്തോഷകരമായൊരു പശ്ചാത്തലം വന്നു ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ലീഗിൻ്റെ കോട്ടക്കൽ സമ്മേളനത്തിൽ താങ്കളെയാണ് ജനറൽ സെക്രട്ടറിയുടെ ചുമതല ഏൽപ്പിച്ചത്. കുറേ കാലത്തിന് ശേഷം കുഞ്ഞാലിക്കുട്ടി തന്നെ ആ ചുമതലയിലേക്ക് തിരിച്ചു വന്നു. കുഞ്ഞാലിക്കുട്ടി ലീഗിന് അനിവാര്യനാണോ? ഈ മുസ്ലിം ലീഗിൻ്റെ ഈ പാർട്ടി എങ്ങനെ നടക്കുന്നു, അതിൻ്റെ സംഗതികൾ എന്താണ് എന്ന് സത്യസന്ധമായിട്ട് വിലയിരുത്തുന്ന ഒരാൾക്ക് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസക്തി എഴുതി തള്ളാൻ ഒക്കില്ല. കാര്യം ഇതിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നത്, ഇതെങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നത്, ഒരു പാർട്ടിയാവുക നടത്തിക്കൊണ്ടുപോകാൻ ഒരുപാട് ഘടകങ്ങളുണ്ടല്ലോ. അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ജോണി ചോദിച്ച പോലെ കുഞ്ഞാലിക്കുട്ടി അനിവാര്യമായ, ഒഴിവാക്കാൻ കഴിയാത്ത ഒരു ഘടകമാണ്. കാരണം ഇതിന് നടത്തിക്കൊണ്ടുപോകുന്നതിൻ്റെ ഒരു കണക്കിന് പറഞ്ഞാൽ എല്ലാം അതിൻ്റെ ധിഷണാപരമായി മാത്രമല്ല, അതിൻ്റെ സാമൂഹ്യമായിട്ടുള്ള, അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള, അതിൻ്റെ പ്ലാനിങ്, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, ഇതിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പങ്കാളിത്തം വളരെ വലുതാണ്. താങ്കൾക്ക് എന്താണ് യോഗ്യത കുറവ്? ഒരു സമയത്ത് CH മുഹമ്മദ് കോയയുടെ പിൻഗാമി ഇ.ടി. മുഹമ്മദ് ബഷീർ ആയിരിക്കും എന്ന് വിശ്വസിച്ചവരുണ്ട്. കുഞ്ഞാലിക്കുട്ടിയേക്കാൾ സൗന്ദര്യവും പ്രസംഗ ചാതുരിയുമൊക്കെയുള്ള ഇ.ടി. മുഹമ്മദ് ബഷീർ എങ്ങനെ പിന്നിലായി? അങ്ങനെയല്ല. ഇപ്പോൾ ഒരു പ്രസംഗം അല്ലെങ്കിൽ എഴുത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഗതി അത് മാത്രമല്ലല്ലോ ഒരു പാർട്ടിയുടെ ഒരു സംഗതി. അത് ഒരു ഘടകം. അതിൽ ഞങ്ങളാലെല്ലാം കഴിയുന്ന, എന്നെക്കാൾ പ്രഗത്ഭരുണ്ട് പാർട്ടിയിൽ, എന്നെക്കാൾ കഴിവുള്ളവരുണ്ട്, അതിൽ കുറഞ്ഞവരൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളെല്ലാം കൂടി വാങ്ങുന്ന സമയത്തേ ഉണ്ടാവുന്നു. അതല്ല നമ്മളൊരു എന്തെങ്കിലും ഒരു കഴിവ് ദൈവം നൽകിയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ആ കഴിവായിട്ടൊന്നും നിൽക്കാൻ ഒക്കില്ല. ഈ കഴിവ് മറ്റ് കഴിവിൻ്റെ കൂടെ കൂടിച്ചേരുന്ന സമയത്ത് എന്താവും, നമ്മുടെ കഴിവ് തന്നെ പുറത്തേക്ക് വരിക. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും MK മുനീറും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമായതിൻ്റെ പശ്ചാത്തലത്തിൽ താങ്കൾക്ക് തന്നെ ഈ ലീഗിനെ പ്രതിരോധിക്കാനും ഇവർ തമ്മിലുള്ള അകലം കുറയ്ക്കാനും ഇടപെടേണ്ടി വന്നു എന്നതല്ലേ സത്യം? ജോണി, അത് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടിക്ക് ഒരു നടത്തിപ്പിൻ്റെ കാര്യത്തിൽ ചില കൺഫ്യൂഷൻസ് ഡെവലപ്പ് ചെയ്യാം. അത് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി മുനീറും തമ്മിലായിരുന്നില്ല. ഒരു പ്രശ്നങ്ങൾ ഉയർന്നു വന്ന സമയത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. പിന്നെ ശരിക്കും പറഞ്ഞാൽ പാർട്ടിയോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുള്ളവർ ചെയ്യേണ്ടതെന്ന് അറിയും. അങ്ങനെ ഒരു പ്രശ്നം വരുന്നു എന്ന് കണ്ടാൽ ഉടനെ അതെന്ത് ചെയ്യണം, പാച്ചപ്പ് ചെയ്യണം. പാച്ചപ്പ് ചെയ്തിട്ട് നല്ല നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് വേണ്ടത്. അപ്പോൾ സ്വാഭാവികമാണ്, വർത്തമാനകാല രാഷ്ട്രീയത്തിൽ നിങ്ങൾക്കൊക്കെ അറിയാം, പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ആ പ്രശ്നങ്ങളെ മറ്റൊരു നിലയിൽ പർവ്വതീകരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മളെ ഈ സ്ഥിതിയിൽ എത്തിച്ച നമ്മുടെ പാർട്ടിയാണ്. അപ്പോൾ എന്തെങ്കിലും വിധത്തിൽ ആശയക്കുഴപ്പം വരികയാണെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് ഒരു ആശയക്കുഴപ്പം എന്ന് പറയുകയാണെങ്കിൽ അത് പാച്ചപ്പ് ചെയ്ത് പാർട്ടിയെ നേരെ കൊണ്ടുപോകുന്നത് നമ്മൾ പാർട്ടിയോട് കാണിക്കുന്ന നന്ദിയുടെ ഭാഗമാണ്. മാധ്യമങ്ങളോടൊക്കെ താങ്കൾ വളരെ തന്ത്രപരമായി പറഞ്ഞു നിന്നു ആ സമയത്തൊക്കെ. പക്ഷേ ഉള്ളിൽ സംഭവിച്ചത് എന്തായിരുന്നു? മുനീറിന് ഈ പാർട്ടി സ്ഥാനത്ത് തുടരാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല. അതിൽ മുനീറിൻ്റെ സംഗതിയിലും ഇപ്പോൾ ഇന്ത്യ വിഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുകൂടി നമ്മൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഇപ്പോൾ മുനീറിനും ഇപ്പോൾ നമ്മളൊരു സ്ഥാനത്തിൽ നിങ്ങളിപ്പോൾ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോവുകയാണെങ്കിൽ അതിലിപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യത്തിൽ അങ്ങ് മാറണമെന്നൊക്കെ പറയുമ്പോൾ പരിമിതി ഉണ്ടാവും. ഓരോ ജോലി ചെയ്യുന്നവർക്കല്ലേ അതിൻ്റേതാവും.
അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകാം. ഇപ്പോൾ മുനീർ തന്നെയും അദ്ദേഹത്തിന് തന്നെയും ഒരു ദോഷമുണ്ടാക്കുന്ന കാര്യത്തിൽ സ്വയം ഏർപ്പെടില്ലല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ചില പ്രോബ്ലം ഉണ്ടായിരിക്കാം. ആ പ്രോബ്ലമൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ചാനൽ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടി വന്നത്. ഏതായിരുന്നാലും അവസാനം പാർട്ടിയുടെ ഒരു ചിന്താധാരയിൽ ഒരുമിച്ച് പോകുന്നൊരു മാറ്റം ആ നിലയിൽ വന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യം. മുനീറിന് അദ്ദേഹത്തിൻ്റെതായ ചില പ്രശ്നങ്ങൾ ചാനൽ സംബന്ധിച്ചുണ്ട് എന്ന് താങ്കളും പരിഗണിക്കുന്നു. പക്ഷേ അന്ന് ഈ യോഗത്തിന് ശേഷം അഹമ്മദ് സാഹിബും താങ്കളും കൂടെ പറഞ്ഞിരുന്നത് ഈ ചാനൽ ചെയർമാൻ സ്ഥാനം ഒഴിയാൻ മുനീർ സന്നദ്ധനാണെന്നും അദ്ദേഹത്തിന് കുറച്ച് സമയം വേണമെന്നുമാണ്. പക്ഷേ അതിനുശേഷം ഡയറക്ടർ ബോർഡ് യോഗം ചേർന്നപ്പോൾ ചാനൽ സ്ഥാനം എന്തായാലും ഒഴിയില്ല എന്ന നിലപാടാണ് മുനീർ എടുത്തത്. അങ്ങനെയല്ല, അദ്ദേഹത്തിന് അദ്ദേഹം റിയലൈസ് ചെയ്യുന്ന കാര്യമായിരിക്കുമല്ലോ. കാരണം ഒരു പാർട്ടി അതിൻ്റെ കാര്യങ്ങൾ നീക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചാനൽ പാർട്ടിയുടെ ഒരു ഇതിനെതിരായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ പോരണമെന്ന് പറഞ്ഞാലും പെട്ടെന്ന് പോരാൻ പറ്റുമായിരിക്കില്ല. അപ്പോൾ ഞാനും വിചാരിക്കുന്നത് അദ്ദേഹം ചിന്തിക്കുന്നതായിരിക്കാം. അദ്ദേഹം ചിന്തിക്കുമല്ലോ കാര്യം, ആരെങ്കിലും സ്വന്തം ഒരു വിഷമം ഉണ്ടാക്കുമോ? അപ്പോൾ അദ്ദേഹം ചിന്തിക്കുന്ന കാര്യം നടപ്പിലാക്കാൻ ഒരു സ്ഥാപനത്തിൽ അതിൻ്റേതായിട്ടുള്ള നിയമ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടാവാം. ആ സമയം ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് അത് ആ സമയം എടുക്കുകയായിരിക്കും എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ മുനീറിന് ആ സ്ഥാനം ഒഴിയേണ്ടി വരും എന്നാണ് താങ്കൾ പറയുന്നത്. അതായത് മുസ്ലിം ലീഗിൻ്റെ ഒരു ഉന്നത സ്ഥാനത്താണ് അദ്ദേഹം ഇപ്പോഴും ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഘട്ടം വരുന്ന സമയത്ത് അത്തരമൊരു സംഗതി, ഇതിനെ വിമർശിക്കുന്ന ഒരു സംഗതി ആ ചാനൽ അദ്ദേഹം അറിഞ്ഞുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാവില്ല എങ്കിൽ പോലും അത് ഭംഗിയുള്ള കാര്യമല്ല. ഏറ്റവും നല്ല സുരക്ഷിതമായൊരു മാർഗമെന്ന് പറയുന്നത് ലീഗിൻ്റെ തന്നെ സംഗതിയായതിൻ്റെ നേതൃത്വ സ്ഥാനത്ത് നിന്നുകൊണ്ട് നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നതാണ്. ഇതേമാതിരിയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രശ്നങ്ങളാണ്. അത് വേണ്ടാന്ന് വെക്കുന്നത് തന്നെയാണ് അഭികാമ്യമായിട്ടുള്ള കാര്യം. അങ്ങനെ ഉണ്ടാകുമെന്ന് തന്നെ ഞങ്ങളും വിചാരിക്കുന്നു. മുനീർ ചെയർമാനായിരിക്കുന്ന ചാനലിൽ നിന്ന് ലീഗിന് ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? ഞങ്ങളിതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഞങ്ങൾക്കിപ്പോൾ ഒരു ചാനൽ, ആ ചാനൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുവോ അനുകൂലിക്കുന്നുവോ എന്നതല്ല ലീഗിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ ഘടകമെന്ന് പറയുന്നത്. എതിർക്കുന്നവരെ എതിർക്കട്ടെ. ലീഗിന് ഇപ്പോൾ ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. ഞങ്ങൾ എതിർക്കാൻ ആരുടെ ചാനലിലും സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങൾ അനുകൂലിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതൊന്നും ഞങ്ങളെ ഒന്നുകിൽ ആ ഒരു എതിർപ്പ് കൊണ്ട് ഞങ്ങൾ ഭയപ്പെടുകയോ അങ്ങനത്തെ സംഗതിയൊന്നുമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടൊരു അടിത്തറയുണ്ട്. Different people, one home. ManoramaOnline.com, your home